ഇന്ന് നമ്മൾ നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇത്രയും ബീഡ്സ് ഒട്ടിച്ചതിന് ശേഷം ഇനി നമ്മൾക്ക് ഒട്ടിക്കാനുള്ളത് ഇതിന് ചുറ്റിലും ബോർഡേഴ്സാണ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. അപ്പോൾ ബോർഡേഴ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതേപോലെ മീഡിയം സൈസിൽ വരുന്ന ഹാഫ് ബോൾസാണ് നമ്മൾ ബോർഡേഴ്സായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ബോർഡറും ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒട്ടിക്കുന്നതിന് മുന്നേ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആണ് ഞാൻ ഈ ഫെവി ബോണ്ടിൻ്റെ പശ എടുത്തിട്ട് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫെവി ബോണ്ടിൻ്റെ പശ നൂല് പോലെ വലിയുന്നൊരു പശയാണെന്ന് ഞാൻ പാർട്ട് 1 തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒട്ടിക്കുന്ന സമയത്ത്, അതായത് ഇനി അങ്ങോട്ടെല്ലാം ബീഡ്സ് നമ്മൾ ഒട്ടിക്കുമ്പോൾ കുഞ്ഞത് തൊട്ട് വലിയ ബീഡ്സ് അങ്ങനെ ഓരോ ബീഡ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഭയങ്കര ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ ബോർഡേഴ്സ് ആദ്യം ഒട്ടിക്കാതെ തന്നെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാനിങ്ങനെ പശ തേച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഓരോന്നും എടുത്ത് നമുക്ക് ഒട്ടിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ പശ ഇങ്ങനെ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ എളുപ്പം തോന്നിയത് ഈ മെത്തേഡായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാതെ പിന്നീട് ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ ഒട്ടിച്ചെടുക്കാം നമുക്ക്. അങ്ങനെ നമ്മളുടെ ഫില്ലിംഗ് ബോൾസ് എല്ലാം ഞാൻ ബോർഡറായിട്ട് ഒട്ടിച്ച് തീർത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ബോർഡറിൽ ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. നമ്മൾ കട്ട് ചെയ്ത ഷേപ്പിൻ്റെ ആ ഒരു അതേ ഔട്ട്ലൈനിൽ നമ്മളിങ്ങനെ ബോർഡേഴ്സ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതെൻ്റെ കയ്യിലിരിക്കുന്നതാണ് നാഗപടം. ഇത് നമ്മളുടെ ത്രിമൂർത്തി, സരസ്വതി, ലക്ഷ്മി, പാർവതിക്ക് ചുറ്റും നമ്മൾ കൊടുക്കുന്നതാണ്. ഇതിന് പകരം നമ്മൾക്ക് ചൂരൽപ്പൊളിയും ചെയ്തെടുക്കാം കേട്ടോ. ചൂരൽപ്പൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂരൽ ഇങ്ങനെ പിളർന്നിരിക്കുന്നത് പോലെ ആയതുകൊണ്ടാണ് ചൂരൽപ്പൊളി എന്ന് പറയുന്നത്. ഇത് കാണാൻ നാഗം ഇങ്ങനെ നാഗത്തിൻ്റെ ഇതുപോലെ ഉള്ളതുകൊണ്ടാണ് ഇതിനെ നാഗപടം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ നമ്മളുടെ ത്രിമൂർത്തിക്കും ചുറ്റിലും ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പശ സ്പ്രെഡ് ചെയ്തിട്ട് നാഗപടം ഓരോന്നും ത്രിമൂർത്തിക്ക് ചുറ്റിലും ഇങ്ങനെ അതേ ഷേപ്പിൽ ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നെറ്റിപ്പട്ടത്തിൽ ഹാഫ് ബോൾസിനെ അപേക്ഷിച്ച് ത്രിമൂർത്തിക്ക് പ്രത്യേകം ഒരു ഷേപ്പാണല്ലോ, കണ്ടില്ലേ നടുക്കിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ചുറ്റും നമ്മളൊരു ബോർഡർ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ത്രിമൂർത്തിക്ക് ചുറ്റിനും നമ്മൾ ബോർഡർ കൊടുക്കുമ്പോഴാണ് കേട്ടോ. കാരണം ത്രിമൂർത്തിയുടെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ബോർഡർ ഒട്ടിക്കുന്ന സമയത്ത് അതേ കറക്റ്റ് ഷേപ്പിന് തന്നെ നമ്മൾ ബോർഡറും ചെയ്തെടുക്കണം. ചൂരൽപ്പൊളിയായിരുന്നു ഞാൻ ആദ്യത്തെ നെറ്റിപ്പട്ടത്തിൽ ചെയ്തത്. അതും കുറച്ച് എനിക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിരുന്നു, എങ്കിലും നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തേത് ചെയ്യുമ്പോൾ എനിക്ക് നാഗപടം വെച്ചിട്ട് ചെയ്യണം എന്ന് ഉള്ളതുകൊണ്ടാണ് ഞാൻ നാഗപടം ചെയ്തത്. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം നമുക്ക് മാറ്റാം കേട്ടോ. ചുരൽപ്പൊളി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നാഗപടവും ചെയ്യാം. അപ്പോൾ ഞാൻ ത്രിമൂർത്തിക്ക് ചുറ്റിലും ഒട്ടിച്ചതിന് ശേഷം ഇപ്പോൾ ഞാൻ പാർവതിക്ക് ചുറ്റുമാണ് നാഗപടം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ലക്ഷ്മിക്കും സരസ്വതിക്കും ചുറ്റിലും നാഗപടം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹാഫ് ബോളിന് ചുറ്റും നാഗപടം ഒട്ടിക്കുമ്പോൾ അത്ര വലിയ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നില്ല, കാരണം റൗണ്ടിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ബാക്കി അങ്ങനെ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാം.
അങ്ങനെ നമ്മൾ നാഗപടം നമ്മുടെ ത്രിമൂർത്തിക്കും സരസ്വതി, ലക്ഷ്മി, പാർവതിക്കും ചുറ്റിലും നമ്മൾ ഒട്ടിച്ച് തീർത്തു. ഇനി നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് ഫില്ലിംഗ് ബോൾസ് ആണ്. ഞാനിപ്പോൾ ഒട്ടിക്കുന്ന ഈ ഒരു കുഞ്ഞു ബീഡ്സിനെയാണ് നമ്മൾ ഫില്ലിംഗ് ബോൾസ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ഗോൾഡൻ തുണി കാണുന്ന ഏരിയയില്ലേ, അതിൽ ഫുൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് ഈ ഒരു ഫില്ലിംഗ് ബോൾസ് ആണ്. ഫുൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. നെറ്റിപ്പട്ടത്തിൽ ഈ ഒരു ഫില്ലിംഗ് ബോൾസിന് നക്ഷത്രങ്ങളായിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ ഇത് നിറച്ചും നമുക്കിങ്ങനെ പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ബോൾസ് ഫുൾ ഞാൻ ഫില്ല് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി അരങ്ങ് ചെയ്യണം, കുഞ്ചലം കെട്ടണം, ഹാങ് ചെയ്യുന്ന ഏരിയ റെഡിയാക്കണം. ഇത്രയും ഇൻക്ലൂഡ് ചെയ്തിട്ട് പാർട്ട് 3 ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.